എഗ്ഗ് സ്റ്റൂ ആണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 5 കോഴിമുട്ട പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ബീൻസും ഗ്രീൻ പീസും ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റുമാണ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതുണ്ട്. കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട പൊടികൾ ഗരം മസാലപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഞാൻ അല്പം മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ചേർക്കും. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ സ്റ്റൂവിൽ ചേർക്കാറില്ല. കറി എപ്പോഴും ഒരു വൈറ്റ് കളറിൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി കുക്കറിൽ വേവിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ സവാളയൊക്കെ വഴറ്റുന്ന കൂട്ടത്തിൽ ഇതും കൂടെ വഴറ്റിയിട്ട് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് അതിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ 2 കപ്പ് 2ാം പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിൽ നിന്നും കുറച്ചാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അല്പം കറിവേപ്പില, പാകത്തിന് ഉപ്പ്, പിന്നെ അല്പം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു വിസിൽ മതി ഇത് വേകാനായിട്ട്, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോഴേക്കും നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും ചേർക്കാം. ഞാൻ ഒരു കഷ്ണം പട്ട ചെറുതായി മുറിച്ചത്, 3 ഗ്രാമ്പൂവും 3 ഏലക്കയുമാണ് ചേർക്കുന്നത്. കുരുമുളക് ചേർക്കാം. നമ്മൾ ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ പെരുംജീരകത്തിന്റെ പൊടി ചേർക്കാം. കാൽ ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഓരോരുത്തരുടെ എരിവിന്റെ അനുസരിച്ച് വേണം ചേർക്കാൻ. ഞാൻ ചേർത്ത പച്ചമുളക് നല്ല എരിവുള്ളതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇനി ചേർക്കുന്നുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെജിറ്റബിൾ കഷ്ണങ്ങൾ നമുക്ക് ചേർക്കാം. ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമുക്ക് ഈ കറിക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ 2 കപ്പ് 2ാം പാലാണ് ചേർക്കുന്നത്. പാകത്തിന് ഉപ്പ് കൂടി ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാല് ചേർക്കാം. ഞാൻ 1 കപ്പ് 1ാം പാലാണ് ചേർക്കുന്നത്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കറി തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അല്പം കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ വറുത്ത് ചേർക്കാവുന്നതാണ്. നമ്മുടെ എഗ് സ്റ്റൂ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പാലപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്.